സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് ICSE സിലബസിലെ കെമിക്കൽ ബോണ്ടിംഗ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചില ഫോക്കസ് പോയിന്റുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. കെമിക്കൽ ബോണ്ടിംഗ് നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ഒക്ടറ്റ് റൂൾ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് റൂൾ എന്താണ്, ആരൊക്കെ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യണം, പിന്നെ ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തന്നെ ലൂയിസ് സ്ട്രക്ചർ, ലൂയിസ് ഡോട്ട് ഫോർമുല, ക്രോസ് ഫോർമുല, പിന്നെ വാലൻസിയുടെ പ്രാധാന്യം, വാലൻസ് ഇലക്ട്രോണുകൾ എന്താണ് എന്നൊക്കെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അതിലൂടെ മനസ്സിലായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് 3 തരം കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്: അയോണിക്, കോവലന്റ്, കോർഡിനേറ്റ്. അയോണിക് ബോണ്ടിന്റെ മറ്റൊരു പേര് ഇലക്ട്രോ വാലന്റ് എന്നും, കോവലന്റ് ബോണ്ടിന്റെ മറ്റൊരു പേര് മോളിക്കുലാർ ബോണ്ട് എന്നും, കോർഡിനേറ്റ് ബോണ്ടുകളുടെ മറ്റൊരു പേര് ഡേറ്റീവ് ബോണ്ട് എന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ 2 കൺസെപ്റ്റുകൾ ഉണ്ടെന്ന് അറിയാം. ഇലക്ട്രോൺസിന്റെ മ്യൂച്വൽ ഷെയറിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷെയറിംഗ് ആണെങ്കിൽ അത് കോവലന്റ് ബോണ്ടുകളും, ഒരാൾ കൊടുക്കുന്ന ഇലക്ട്രോൺ പെയർ ഉപയോഗിച്ച് 2 പേര് ഷെയർ ചെയ്യുന്നു, ഒരാളിന്റെ ഇലക്ട്രോൺ പെയർ ഉപയോഗിച്ച് 2 പേര് ഷെയർ ചെയ്യുന്നു, അതായത് ഷെയറിംഗ് ബിറ്റ്വീൻ ഡോണർ ആൻഡ് അക്സെപ്റ്റർ ആണെങ്കിൽ അത് കോർഡിനേറ്റ് ബോണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കോവലന്റ് ബോണ്ടുകളെ ഒരു വര കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ബോണ്ടുകളെ ഒരു ആരോ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ഫ്രം ഡോണർ ടു അക്സെപ്റ്റർ. ഇതൊക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് കാണിക്കാം. അതായത് അയോണിക് ബോണ്ടിങ്ങിന്റെ തന്നെ കൂടുതൽ എക്സാമ്പിൾ കാണിക്കാൻ പോകുന്നു. അയോണിക് ബോണ്ട് നേരത്തെ നമ്മൾ എഴുതിയ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് NaCl ആണ്. NaCl നമുക്കറിയാം, സോഡിയം ഇവിടെയുണ്ട്, ക്ലോറിൻ ഇവിടെയുണ്ട്. അപ്പൊ NaCl സോഡിയം ക്ലോറിൻ തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഉപയോഗിക്കുന്ന സോഡിയത്തിന്റെ പ്രത്യേകത, സോഡിയത്തിന്റെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വളരെ കുറവാണ്. കാരണം പീരിയോഡിക് ടേബിളിൽ ഇടതുവശത്ത് കാണുന്ന ഒരാളായതുകൊണ്ട് സോഡിയം അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവായിട്ടുള്ള ഒരാളാണ്. ഇനി കൂടെ ഉപയോഗിക്കുന്ന ക്ലോറിന്റെ പ്രത്യേകത, ക്ലോറിന്റെ പീരിയോഡിക് ടേബിളിൽ റൈറ്റ് സൈഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലാണ് എന്ന് മാത്രമല്ല അവിടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്നറിയപ്പെടുന്ന എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വെച്ചാൽ അത് എനർജി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രോൺ അഫിനിറ്റി വാല്യൂ കൂടിയ ആളാണ് ക്ലോറിൻ എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോൺ അഫിനിറ്റി കൂടിയ ആളാണ്. ഇനി അത് മാത്രമല്ല, ഈ സോഡിയവും ക്ലോറിനും തമ്മിൽ ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും രണ്ട് കൺസെപ്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വെച്ചാൽ അത് എനർജി ആണെന്ന് അറിയാം. ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ആ വാല്യൂ ആണ്. ആ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, സോഡിയത്തിൻ്റെതും ക്ലോറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പരിശോധിക്കുന്ന സമയത്ത് ആ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ ഡിഫറെന്റ് ആണ്. വളരെ ഡിഫറൻസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ സോഡിയവും ക്ലോറിനും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ ഫോം ചെയ്യണമെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ കാറ്റയോൺ ആയിട്ട് വരുന്ന ആളിന്റെ പ്രത്യേകത, അവിടെ പോസിറ്റീവ് ആയിട്ട് വരുന്ന ആളുടെ പ്രത്യേകത, അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവായിരിക്കണം. കാറ്റയോണുകളുടെ കേസിൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ അയണൈസേഷൻ വാല്യൂ കുറവായിരിക്കണം. ഇതുപോലെ തന്നെ കൂടെ ഉപയോഗിക്കുന്ന നെഗറ്റീവ് അയോൺ അല്ലെങ്കിൽ ആനയോണിന്റെ പ്രത്യേകത ഇലക്ട്രോൺ അഫിനിറ്റി വാല്യൂ ആനയോണുകൾക്ക് കൂടുതലായിരിക്കണം, ക്ലോറിൻ ആനയോണിന് കൂടുതലായിരിക്കണം. അത് മാത്രമല്ല ഇവർ തമ്മിൽ ലാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്ന് കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിച്ചൊരു കാര്യം അതാണ്. അയോണിക് ബോണ്ടിനെ പറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റിനെ പറ്റി നമ്മൾ കൂടുതൽ എക്സാമ്പിൾ പറയുന്നു. അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് അയോണിക് ബോണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ 3 പോയിന്റുകൾ പറയണം. Cation should have low ionization potential. അതുപോലെ തന്നെ anion should have high electron gain enthalpy അല്ലെങ്കിൽ electron affinity. അതുപോലെ തന്നെ there should large difference in electron negativity values എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് അവിടെ ആയെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. MgCl2 നമുക്ക് എഴുതി നോക്കാം. MgCl2 അതിലാദ്യം മഗ്നീഷ്യം, അറ്റോമിക് നമ്പർ 12 ആണ്.
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാം 282. അതുപോലെ തന്നെ ക്ലോറിൻ രണ്ടുപേരുണ്ട്. ആദ്യത്തെ ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 287. രണ്ടാമത് ഒരു ക്ലോറിൻ കൂടെ ഉണ്ട് അറ്റോമിക് നമ്പർ 17 287. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺ 2 എണ്ണമാണ്. അതിൽ ഒക്ടറ്റ് പൂർത്തിയാക്കണമെങ്കിൽ ഈ 2 ഇലക്ട്രോൺസും റിമൂവ് ചെയ്യണം. ഇനി ക്ലോറിൻ തയ്യാറാണ്. ഓരോ ക്ലോറിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഓരോ ഇലക്ട്രോൺസുമായിട്ട് 7 ഇലക്ട്രോൺസ് തയ്യാറാണ്. അപ്പൊ അവർക്ക് ഓരോ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്താൽ മതി. ചുരുക്കത്തിൽ സംഭവിക്കുന്നത് മഗ്നീഷ്യത്തിന്റെ കയ്യിലുള്ള 2 ഇലക്ട്രോൺസിലെ ഒരെണ്ണം ഈ ക്ലോറിൻ ആറ്റത്തിലേക്ക് പോകുന്നുണ്ട്, ഒരെണ്ണം ഈ ക്ലോറിൻ ആറ്റത്തിനും പോകുന്നുണ്ട്. അപ്പൊ ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ Cl എന്നുള്ളത് Cl മൈനസ് ആയി മാറുന്നു. ഒരെണ്ണമേ ഗെയിൻ ചെയ്യുന്നുള്ളൂ. Cl മൈനസ് ആയി മാറുന്ന സമയത്ത് 288 ആയി. അടുത്ത ക്ലോറിനും അതുപോലെ തന്നെ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വീണ്ടും ഒരു Cl മൈനസ് ഉണ്ട്, 288 ആയിട്ടുണ്ട്. ഇനി മഗ്നീഷ്യത്തിന്റെ കയ്യിൽ 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ Mg എന്നുള്ളത് Mg2+ ആയി മാറുന്നുണ്ട്. 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടതായതുകൊണ്ട്. സോ 28 ആയി മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. സോ അവിടെ സ്റ്റെബിലിറ്റി ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടുത്തെ കാറ്റയോൺ എന്ന് വെച്ചാൽ അവിടെ Mg2+ ആണ്, ഡൈ പോസിറ്റീവ് ചാർജ് ഉള്ള Mg2+ ആണ്. ഇവിടുത്തെ ആനിയോൺ എന്ന് വെച്ചാൽ Cl മൈനസുകളാണെന്ന് ഓർമ്മിക്കാം. അപ്പൊ ഇതിന്റെ തന്നെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ക്രോസ് ഫോമിൽ നമുക്കൊന്ന് വരച്ച് കാണിക്കാം. ആദ്യം ഈ മഗ്നീഷ്യം കാണിക്കാം. 282 ന്യൂക്ലിയസ് വെച്ചു. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, 2 3 4 5 6 7 8. തേർഡ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 1 2. അടുത്ത ക്ലോറിൻ 2 പേര്. ഇതാ ആദ്യത്തെ ക്ലോറിൻ, അതിന്റെ ന്യൂക്ലിയസ് കാണിക്കാം. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, തേർഡ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ്. അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ മാത്രമേ ഞാൻ തൽക്കാലം വരയ്ക്കുന്നുള്ളൂ. അടുത്ത ക്ലോറിൻ അതുപോലെ Cl, അതിന്റെ ന്യൂക്ലിയസ് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ, 5 6 7. ഓക്കെ, ചെയ്യുന്ന കാര്യം ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഈ ഷെല്ലിലേക്ക് പോകുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ Mg എന്നുള്ളത് Mg2+ ആയി. Mg2+ന്റെ കോൺഫിഗറേഷൻ ഇതുപോലെ. ന്യൂക്ലിയസ് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 6 7 8. Mg2+ ആയി. ഓക്കെ, അടുത്ത ക്ലോറിൻ ഓരോരുത്തരും അതിന്റെ ന്യൂക്ലിയസ് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിലും 8. 5 6 7 8. അത് ഒരു Cl മൈനസ് അല്ലെങ്കിൽ മൈനസ്. അതുപോലെ തന്നെ ഇവിടെയും ന്യൂക്ലിയസ് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത് MgCl2 വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ എക്സാമ്പിൾസ് വരച്ച് നോക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 3 എക്സാമ്പിളാണ് അയോണിക് കോമ്പൗണ്ട് വരച്ച് കാണിക്കുന്നത്. ഒന്ന് NaCl, മറ്റൊന്ന് NgCl2, ഇനി ഒരെണ്ണം കാൽസ്യം ഓക്സൈഡ് CaO. ഇങ്ങനെ 3 എക്സാമ്പിൾ ഇവിടെ വരയ്ക്കുന്നുണ്ട്. അപ്പൊ 2 എണ്ണം ഞാൻ വരച്ചിട്ടുണ്ട്, ബാക്കിയുള്ള എക്സാമ്പിൾ കൂടെ വരച്ച് നോക്കാം. ശരി, അപ്പോൾ അയോണിക് കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ അയോണിക് കോമ്പൗണ്ടുകളുടെ പ്രത്യേകത, അയോണിക് കോമ്പൗണ്ടുകൾ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ സൊല്യൂഷൻ സ്റ്റേറ്റിലോ, അതായത് ഉരുകിയ അവസ്ഥയിലോ അല്ലെങ്കിൽ സൊല്യൂഷൻ സ്റ്റേറ്റിലോ മാത്രം, മോൾട്ടൺ സ്റ്റേറ്റിലും സൊല്യൂഷൻ സ്റ്റേറ്റിലും മാത്രം അയോണിക് കോമ്പൗണ്ടുകൾ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നുണ്ട്. ഇലക്ട്രിക്കലി കണ്ടക്ടർ ആണ്. അതിന് കാരണം എന്ന് വെച്ചാൽ അവിടെ മോൾട്ടൺ സ്റ്റേറ്റിലും സൊല്യൂഷൻ സ്റ്റേറ്റിലും മാത്രമാണ് അയോൺസിന്റെ ഫോർമേഷൻ നടക്കുന്നതെന്ന് ഓർമ്മിക്കണം. അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ളൂ കൂടെ എന്റെ കൂടെ ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ അയോണിക് കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് കോവലന്റ് ബോണ്ടിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
രണ്ടാമത്തെ മോളിക്കുലർ ബോണ്ടുകൾ അല്ലെങ്കിൽ കോവാലന്റ് മോളിക്യൂൾ കാണിക്കാം. അപ്പൊ അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പൊ F2 എക്സാമ്പിൾ പറഞ്ഞു. F2 ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 7 ആണ്. സോ ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 7 ഇലക്ട്രോൺസിൽ ഇനി ഒരെണ്ണം കിട്ടിയാൽ ഒക്ടറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഇങ്ങോട്ട് വെച്ചു. ബാക്കിയുള്ള 6 എണ്ണം ചുറ്റും കാണിക്കുന്നുണ്ട്. അടുത്ത ഫ്ലൂറിനും അതുപോലെ തന്നെ അറ്റോമിക് 9 അതിന് ഇതുപോലെ തന്നെ 7 ഇലക്ട്രോൺസ്, അതിൽ ഒരെണ്ണം ഇങ്ങോട്ട് വെച്ചു. ബാക്കിയുള്ള 6 എണ്ണം വരച്ചു. ഇനി ഈ ഫ്ലൂറിന്റെ ഒക്ടറ്റ് പൂർത്തിയാക്കാം. ഒക്ടറ്റ് പൂർത്തിയാക്കി ഈ ഫ്ലൂറിന്റെ ഒക്ടറ്റ് 2 4 6 8 പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ രണ്ട് ഫ്ലൂറിൻ തമ്മിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഫ്ലൂറിൻ എന്നിട്ട് ഒരു പെയർ ഷെയർ ചെയ്തതുകൊണ്ട് ഒരു സിംഗിൾ കോവലന്റ് ബോണ്ട് കാണിച്ചു. ബാക്കിയുള്ള ഇലക്ട്രോൺസ് എല്ലാം അതിന്റെ കൂടെ കാണിച്ചു. ഓക്കെ, അപ്പൊ കോവലന്റ് ബോണ്ടിന്റെ ഫോർമേഷൻ നോക്കുന്ന സമയത്ത് അവിടുത്തെ കണ്ടീഷൻ ചോദിച്ചാൽ അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ നമുക്ക് രണ്ട് ഫ്ലൂറിൻ തന്നെയാണ്. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ വെച്ചാൽ കമ്പാരിറ്റീവ്ലി വളരെ ഹൈ ആയിരിക്കുന്ന ആൾക്കാരാണ് കോവലന്റ് ബോണ്ടിന്റെ ഫോർമേഷൻ നടക്കുന്നതെന്ന് ഓർക്കുക. ശരി, അപ്പൊ ആ കാര്യം നമുക്ക് മനസ്സിലായി. F2ന്റെ കോവലന്റ് ബോണ്ടിന്റെ ഫോർമേഷൻ നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ച് വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ എക്സാമ്പിൾ വരയ്ക്കാം. അടുത്ത O2 വരച്ച് നോക്കാം. O2 ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 6. സോ ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. O2 ആണ് കാണിക്കേണ്ടത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നമുക്കറിയാം 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ അവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ 2 ഇലക്ട്രോൺസ് ഷെയറിങ്ങിന് വേണ്ടി അങ്ങോട്ടും കൊടുക്കണം. കാരണം മ്യൂച്വൽ ഷെയറിംഗ് ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കിട്ടേണ്ട ആവശ്യമുണ്ട്. 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഷെയറിങ്ങിന് വേണ്ടി 2 എണ്ണം അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാവണം. കാരണം മ്യൂച്വൽ ഷെയറിംഗ് ആണ് കോവലന്റ് ബോണ്ടിലുള്ളത്. സോ 2 എണ്ണം അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാവാം. 2 എണ്ണം മാറ്റി വെച്ചു. ബാക്കിയുള്ളത് ഇവിടെ അറേഞ്ച് ചെയ്തു. സോ ഓക്സിജന്റെ 6 ഇലക്ട്രോൺസ് കാണിച്ചു. അടുത്ത ഓക്സിജൻ ഇതുപോലെ രണ്ടാമത്തെ ഓക്സിജൻ 2 6. അയാൾക്കും ഇതാണ് അവസ്ഥ. അയാൾക്കും ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 2 എണ്ണം വേണം. സോ 2 എണ്ണം ഇപ്പുറത്തെ ആളോട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാവണം. സോ 2 എണ്ണം കാണിച്ചു. ബാക്കിയുള്ള 6 ഇലക്ട്രോൺ ചുറ്റും കാണിച്ചു. ഓക്കെ, ഇനി ഇയാളുടെ ഒക്ടറ്റ് നോക്കുന്ന സമയത്ത് 2 4 6 8 കാണിച്ചു. ഇയാളുടെ ഒക്ടറ്റ് നോക്കുന്ന സമയത്ത് 2 4 6 8. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ തന്നെ അറിയാം 2 ഓക്സിജൻ തമ്മിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഡബിൾ കോവലന്റ് ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓയും ഇട്ടും ഈ പെയറിന് പകരം ഒരു വര, ഈ പെയറിന് പകരം ഒരു വര. ഓക്കെ, ബാക്കി ഇലക്ട്രോൺസ് എല്ലാം അതിന്റെ കൂടെ കാണിക്കും. അപ്പോൾ O2 എന്ന മോളിക്യൂളിലെ ഡബിൾ കോവലന്റ് ബോണ്ടിന്റെ ഫോർമേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത എക്സാമ്പിൾ N2 കാണാം. N2 നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 5. അപ്പൊ നൈട്രജന്റെ പ്രത്യേകത ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. 5 ഇലക്ട്രോൺസ് വേണമെങ്കിൽ അവിടെ 3 ഇലക്ട്രോൺസ് കൂടെ ഗെയിൻ ചെയ്യണം. അപ്പൊ 3 ഇലക്ട്രോൺസ് കൂടെ ഗെയിൻ ചെയ്യണമെങ്കിൽ 3 ഇലക്ട്രോൺസ് അങ്ങോട്ട് ഷെയറിങ്ങിന് വേണ്ടി മറ്റ് നൈട്രജനായിട്ട് ഷെയറിങ്ങിന് വേണ്ടി തയ്യാറാവണം. ഇങ്ങോട്ട് 3 എണ്ണം കിട്ടണമെങ്കിൽ അങ്ങോട്ട് 3 എണ്ണം ഷെയർ ചെയ്യാൻ തയ്യാറാവണം. സോ നൈട്രജൻ ഇട്ടിട്ട് അപ്പുറത്തെ നൈട്രജന് വേണ്ടി ഷെയറിങ്ങിന് വേണ്ടി 3 എണ്ണം കാണിച്ചു. ബാക്കി 2 എണ്ണം ഇതായി. അടുത്ത നൈട്രജൻ അതുപോലെ തന്നെ രണ്ടാമത്തെ നൈട്രജൻ 2 5. അയാൾക്കും ഇതേ അവസ്ഥയാണ്. സോ അയാൾ ഇങ്ങോട്ട് 3 ഇലക്ട്രോൺ ഷെയർ ചെയ്യാൻ തയ്യാറായി. ഇനി ഓരോ നൈട്രജന്റെ ഒക്ടറ്റ് 2 5 5 3 8 ആയി. ഈ നൈട്രജൻ അതുപോലെ തന്നെ ഒക്ടറ്റ് പൂർത്തിയാക്കി. അപ്പൊ 2 നൈട്രജനും തമ്മിൽ നോക്കാം. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഒരു കോവാലന്റ് ബോണ്ട് അടുത്ത്. അപ്പൊ 2 നൈട്രജനും തമ്മിൽ 3 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ബാക്കി ഇലക്ട്രോൺസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ വളരെ കൂടുതലുള്ള ആൾക്കാരാണ് അവിടെ സാധാരണ കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ കോവലന്റ് ബോണ്ടിന്റെ ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻ ആയിട്ട് നമുക്ക് അതൊന്ന് പറയാം. ഇനി ഫ്ലൂറിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലൂറിന് സിംഗിൾ കോവലന്റ് ബോണ്ടാണ്. O2 ആകുമ്പോഴത്തേക്ക് അവിടെ ഡബിൾ കോവലന്റ് ബോണ്ടാണ്. അതേസമയം N2 ആകുമ്പോഴത്തേക്ക് അവിടെ ട്രിപ്പിൾ കോവലന്റ് ബോണ്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ കോവലന്റ് ബോണ്ടിന്റെ പ്രത്യേകത അവിടെ ഡബിൾ ബോണ്ടുകളും സിംഗിൾ ബോണ്ടുകളും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ഫോം ചെയ്യാം. ഇനിയുള്ള അടുത്തൊരു എക്സാമ്പിൾ CCl4. അപ്പൊ അവിടുത്തെ പ്രത്യേകത അവിടെ എല്ലാം ഒരുപോലത്തെ ആൾക്കാരല്ല. കാർബണും ക്ലോറിനുമാണ് പങ്കെടുക്കുന്നത്. അവിടുത്തെ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. സോ കാർബൺ നമുക്ക് വരയ്ക്കാം. കാർബൺ അറ്റോമിക് നമ്പർ 6 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 4. അപ്പോൾ ഒരു കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് 1 2 3 4.
ഇനി അടുത്ത കൂടെയുള്ള ക്ലോറിൻ ആണ്, അറ്റോം നമ്പർ 17 287. അപ്പോൾ അങ്ങനത്തെ CCl4 ആണ്. അങ്ങനത്തെ 4 ക്ലോറിൻ വരണം. 1 2 3 4. ഓക്കെ, ഇപ്പൊ 4 ക്ലോറിൻ ഉണ്ട്. 287. ഇപ്പൊ ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ നമുക്ക് 4 ക്ലോറിൻ കാണിക്കാം. സോ ഒരു ക്ലോറിൻ ഇവിടെ എഴുതി. ഇനി ആ ക്ലോറിന്റെ പ്രത്യേകത ഔട്ടർ മോസ്റ്റിൽ 7 ഉണ്ട്. അപ്പൊ ഷെയറിങ്ങിലൂടെ 1 കിട്ടിയാൽ മതി. അപ്പോൾ 1 ഇങ്ങോട്ട് മാറ്റി വെക്കാം. സോ മാറ്റി വെച്ചു. ബാക്കിയുള്ള 6 ചുറ്റും കാണിച്ചു. ഓക്കെ, അടുത്ത ക്ലോറിൻ, അയാൾക്കും ഔട്ടർ മോസ്റ്റിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇനി 1 കിട്ടിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ 1 ഷെയറിങ്ങിന് വേണ്ടി മാറ്റി വെച്ചു. ബാക്കിയുള്ള 6 ചുറ്റും കാണിച്ചു. അടുത്ത ക്ലോറിൻ ഇതുപോലെ ഔട്ടർ മോസ്റ്റിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1 ഇങ്ങോട്ട് മാറ്റി വെച്ചു. ബാക്കിയുള്ളത്. അടുത്ത ക്ലോറിൻ, നാലാമത്തെ ആള് Cl, 1 ഇങ്ങോട്ട് മാറ്റി വെച്ചു. ബാക്കിയുള്ളതല്ല. ഇനി ഓരോരുത്തരുടെയും ഒക്ടേറ്റ് നമുക്ക് പൂർത്തിയാക്കാം. ആദ്യം ഈ ക്ലോറിന്റെ ഒക്ടേറ്റ് പൂർത്തിയാക്കാം. ഒക്ടേറ്റ് പൂർത്തിയാക്കി. അപ്പോൾ സിയും Cl തമ്മിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഒരു പെയർ ചെയ്തതുകൊണ്ട് ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് പൂർത്തിയായി. ഇനി രണ്ടാമത്തെ ക്ലോറിന്റെ ഒക്ടേറ്റ് പൂർത്തിയാക്കി. Cl. മൂന്നാമത്തെ ക്ലോറിൻ Cl. നാലാമത്തെ ക്ലോറിൻ Cl. ഇനി ഇത് കൂടാതെ ആ കാർബണിലോട്ട് നോക്കിയാൽ അറിയാം, ആ കാർബണിന്റെ ഒക്ടേറ്റ്, ഈ കാർബൺ ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2, കാർബണിന്റെ ഒക്ടേറ്റ് 2 4 6 8. ഓക്കെ, അപ്പൊ കാർബണും ഒക്ടേറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. സോ CCl4 എന്ന് അറിയപ്പെടുന്ന മോളിക്കൂൾ നമുക്ക് ഇതുപോലെ വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത് ഇതുപോലെ CH4 കാണിക്കാം. CH4 കാർബൺ ഔട്ടർമോസ്റ്റ് ഷെല്ല് ആറ്റം നമ്പർ 624, ഹൈഡ്രജൻ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനത്തെ 4 ഹൈഡ്രജൻ, 4 കാർബണിന്റെ 4 ഇലക്ട്രോൺസും ചുറ്റുമിട്ടു കാണിച്ചു. ഹൈഡ്രജൻ വന്നു, അയാളുടെ കയ്യിൽ 1 ഇലക്ട്രോൺ. ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഡുപ്ലറ്റേ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അടുത്ത ഹൈഡ്രജൻ വന്നു, ഡുപ്ലറ്റ് പൂർത്തിയാക്കി. അടുത്ത ഹൈഡ്രജൻ. ഇനി കാർബൺ ഡയോക്സൈഡ് വരയ്ക്കാൻ പറഞ്ഞത് ഇതുപോലെ വരയ്ക്കിച്ച് CH4. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് അങ്ങനെ നമുക്ക് വരയ്ക്കാം. ഹൈഡ്രജന് ഡുപ്ലറ്റ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. അടുത്തൊരു എക്സാമ്പിൾ NH3. അവിടെ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. അറ്റോമിക് നമ്പർ 7, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 5. കൂടെയുള്ള ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1. അങ്ങനത്തെ 3 ഹൈഡ്രജൻ. അപ്പൊ ഇനി സെൻട്രൽ നൈട്രജൻ ആറ്റം എഴുതി. അയാൾ ഔട്ടർ മോസ്റ്റിലെ 5 ഇലക്ട്രോൺസ് 1 2 3 4 5. ആദ്യത്തെ ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ഹൈഡ്രജന്റെ ഡുപ്ലറ്റ് പൂർത്തിയായി, NH. അടുത്തൊരു ഹൈഡ്രജൻ വന്നിട്ട് അയാളുടെ ഡുപ്ലറ്റ് പൂർത്തിയായി, അടുത്ത ഹൈഡ്രജൻ വന്നു, അവിടെയും ഡുപ്ലറ്റ് പൂർത്തിയായി. ഓക്കെ, 3 ഹൈഡ്രജൻ ആയിട്ടുണ്ട്. ഇനി നൈട്രജന്റെ ഒക്ടേറ്റ് നോക്കാം. ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2. ഇങ്ങനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഇങ്ങനെ കാണുന്ന ഇലക്ട്രോൺ പെയറിനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയണമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അമോണിയയുടെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞത് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. ഇനി വാട്ടറും കൂടെ പെട്ടെന്ന് ഞാൻ വരയ്ക്കാം. H2O. അവിടുത്തെ സെൻട്രൽ ആയിട്ട് ഓക്സിജൻ ആണ്. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 6. ഹൈഡ്രജൻ 2 പേരാണ്, 2 പേര്. ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോൺസ് കാണിക്കാം. 2 4 5 6. ഒരു ഹൈഡ്രജൻ വന്നു, ആ ഹൈഡ്രജന്റെ ഡുപ്ലറ്റ് പൂർത്തിയായി. അടുത്ത ഹൈഡ്രജൻ വന്നു, ആ ഹൈഡ്രജന്റെ ഡുപ്ലറ്റ് പൂർത്തിയായി. സോ OH H. ഇനി ഓക്സിജന്റെ ഒക്ടേറ്റ് പൂർത്തിയാക്കാൻ പറഞ്ഞ് 2 4 6 8. സോ അവിടെ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ വാട്ടർ മോളിക്യൂൾ നമ്മൾ ഇതാ വരച്ച് കാണിച്ചു. ഞാൻ പറഞ്ഞു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അവിടുത്തെ പ്രത്യേകത അവിടെ പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ വളരെ കൂടുതലുള്ള ആൾക്കാരാണ് സാധാരണ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. പിന്നെ നോൺ മെറ്റൽസ് ഫോം ചെയ്യുന്നത് കോവാലന്റ് ബോണ്ട് ആയിരിക്കാം. ഇനി ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ ആൾക്കാർ 17ാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരുമായിട്ടൊക്കെ ബോണ്ട് ഫോം ചെയ്യുന്നത് അത് അയോണിക് ബോണ്ട് ആയിരിക്കണമെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് തരം ബോണ്ടിങ്ങിന്റെ കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ട് തരം ബോണ്ടിങ്ങിന്റെ കാര്യം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ ഒന്നാമത്തത് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് ആണ്. രണ്ടാമത്തത് മോളിക്കുലർ അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട്. അതിൽ അയോണിക് ബോണ്ടിങ്ങിനായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് സ്ട്രക്ചർ വരയ്ക്കുക എന്നൊരു ചോദ്യം തന്നെ നമുക്ക് ചോദിക്കാം. സ്ട്രക്ചർ റെപ്രസെന്റേഷൻ, സ്ട്രക്ചർ അത് NaCl-ന്റെയും MgCl2-ന്റെയും CaO-യുടെയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് പേരുടെ സ്ട്രക്ചർ, ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ കൃത്യമായി വരച്ച് കാണിക്കുക. ഇനി മറ്റൊരു കാര്യം, കണ്ടീഷൻസ് അയോണിക് ബോണ്ടിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആ കാര്യം നമ്മൾ പറയണം. അയോണിക് ബോണ്ടിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാറ്റയോൺസിന്റെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവായിരിക്കണം, ആനയോൺസിന്റെ ഇലക്ട്രോൺ അഫിനിറ്റി വാല്യൂ കൂടുതലായിരിക്കണം, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസും കൂടുതലുണ്ടായിരിക്കണം എന്ന് പറയുന്ന കണ്ടീഷൻസ് പറയുക. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന കാര്യം, അയോണിക് കോമ്പൗണ്ടിനകത്ത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ കണ്ടീഷൻസ് ഉണ്ട്. അവിടെ മോൾട്ടൺ സ്റ്റേറ്റിലോ സൊല്യൂഷൻ സ്റ്റേറ്റിലോ ആയിരിക്കണം. അതിന് കാരണം എന്ന് വെച്ചില്ലെങ്കിൽ മാത്രമേ അവിടെ അയോൺസ് ഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അയോണിക് ബോണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്ത മോളിക്കുലർ അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 4. കോവാലന്റ് ബോണ്ടിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ കൂടുതലുള്ള ആൾക്കാരാണ് സാധാരണ കോവാലന്റ് ബോണ്ടിൽ ഫോം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നോൺ മെറ്റൽസ് ആണ് സാധാരണ കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ പറയാം. അപ്പൊ അതൊരു കണ്ടീഷനാണ്. അപ്പൊ അയോണിക് ബോണ്ടിന്റെ ഫോർമേഷനും നമുക്ക് കണ്ടീഷൻസ് അറിയണം, കോവാലന്റ് ബോണ്ടിന്റെ ഫോർമേഷന്റെ കണ്ടീഷൻസ് അറിയണം. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കോവാലന്റ് ബോണ്ട് ഉള്ള ആൾക്കാർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം അവിടെ കണ്ടക്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ മോളിക്യൂൾസ് ആണ് ഉള്ളത്. അയോണിക് കോമ്പൗണ്ടിനകത്ത് അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ കൺസെപ്റ്റ് ഒന്നുകൂടെ പറയാം. അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അയോണിക് കോമ്പൗണ്ട് ആണോ കോവാലന്റ് ബോണ്ട് ആണോ പിന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അയോണിക് കോമ്പൗണ്ട് ആണ്. അയോണിക് കോമ്പൗണ്ടിന്റെ പ്രത്യേകത അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ പോലും അവിടെ മോൾട്ടൺ സ്റ്റേറ്റിലും സൊല്യൂഷൻ സ്റ്റേറ്റിലും മാത്രമേ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുള്ളൂ. കാരണം മോൾട്ടൺ സ്റ്റേറ്റിലും സൊല്യൂഷൻ സ്റ്റേറ്റിലും മാത്രമേ അയോൺസിന്റെ ഫോർമേഷൻ അവിടെ നടക്കുകയുള്ളൂ. അതേസമയം മോളിക്കുലർ സോൾവെന്റ് ആണെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. കാരണം അവിടെ അയോൺസ് ഫോം ചെയ്യുന്നില്ല, അവിടെ മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ സാധ്യത അല്ലെങ്കിൽ അവിടെ ഒരു MCQന്റെ സാധ്യത ഉണ്ടെന്ന് ഓർമ്മിക്കുക. പിന്നെ അടുത്ത ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ഇതിനകത്ത് വരാം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നമുക്ക് വരച്ച് കാണിക്കുന്ന കാര്യങ്ങൾ അറിയാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതുപോലെയാണ്. ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്ത് കറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ഉണ്ടാക്കാമെന്ന് ഓർമ്മിക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായി അത് വരച്ച് നോക്കിയാലേ പറ്റുള്ളൂ. അല്ലാതെ ഊഹിച്ച് നമുക്ക് പറയാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി വരച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് 2 ക്ലാസ്സുകളായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് മോളിക്കുലർ സോളിഡിനെ പറ്റിയും അതുപോലെ തന്നെ പിന്നെ ഇലക്ട്രോ വാലന്റ് സോളിഡിനെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ സംസാരിച്ചു. അപ്പൊ ഇനി അവശേഷിക്കുന്നത് പോളാർ കോവാലന്റ് ബോണ്ടുകളെ പറ്റിയും അതുപോലെ തന്നെ കോർഡിനേറ്റ് ബോണ്ടുകളെ പറ്റിയാണ്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും.